അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ 5 അധ്യായങ്ങളൂടെ പറയുന്നു. 5-ാമത്തെ അധ്യായത്തിലെ 90 മുതൽ 102 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഇതോടുകൂടി സ്കാന്ദീയം എന്നറിയപ്പെടുന്ന സ്കന്ദപുരാണത്തിലെ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം പാരായണം പൂർത്തിയാവുകയാണ്. രാജശത്രുഭയേ പ്രാപ്തേ മഹാമാരീഭയേ തഥാ ദുർഭിക്ഷേ രാഷ്ട്രഭംഗേ ച തച്ഛാന്തി ശൃണുയാദിദം. ഭൂതപ്രേതവിനാശായ രാജ്യലാഭായ ശത്രുതാ പുത്രലാഭായ ശൃണുയാൽ ദേവീ ഭാഗവതം ദ്വിജാ. ശ്രീമദ്ഭാഗവതം യസ്തു പഠേദ്വാ ശൃണുയാദപി ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ സയാതി പരമാം ഗതിം. ഭഗവത്യാ സ്വയം ദേവ്യാ ശ്ലോകാർത്ഥേന പ്രകാശിതം ശിഷ്യ പ്രശിഷ്യദ്വാരേണ തദേവ വിപുലീകൃതം. ന ഗായത്ര്യാ പരോ ധർമ്മോ ന ഗായത്ര്യാ പരം തപ ന ഗായത്ര്യാ സമോ ദേവോ ന ഗായത്ര്യാ പരോ മനു. ഗാതാരം ത്രായത്തെ യസ്മാൽ ഗായത്രീ തേന സോച്യത്തെ. സാത്ര ഭാഗവതേ ദേവി സരഹസ്യാ പ്രതിഷ്ഠിത. അതോ ഭാഗവതസ്യാസ്യ ദേവ്യാ പ്രീതികരസ്യ ച മഹാന്ത്യപി
പുരാണാനി കലാം നാർഹന്തി ഷോഡശീം. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്ബ്രാഹ്മണാനാം ധനം ധർമ്മോ ധർമ്മസുതേന യത്ര ഗദിതോ നാരായണേനാമല. ഗായത്ര്യാശ്ച രഹസ്യമത്ര ച മണിദ്വീപശ്ച സംവർണിത ശ്രീദേവ്യാ ഹിമഭൂഭൃതേ ഭഗവതി ഗീതാ ച ഗീതാ സ്വയം. തസ്മാന്നാസ്യ പുരാണസ്യ ലോകേന്യസദൃശം പരം അതഃ സദൈവ സംസേവ്യം ദേവീ ഭാഗവതം ദ്വിജാ. യസ്യാ പ്രഭാവമഖിലം നഹി വേദധാത നോ വാ ഹരിർന ഗിരിശോ നഹി ചാപ്യനന്ദ അംശാംശകാ അപി ച തേ കിമുതാന്യദേവാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. യത്പാദപങ്കജരജഃ സമവാപ്യ വിശ്വം ബ്രഹ്മാസൃജത്യനുദിനം ച ബിഭർത്തി വിഷ്ണു രുദ്രശ്ച സംഹരതി നേതരഥാ സമർത്ഥാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. സുധാകൂപാരാന്തസ്തൃദശതരുവാടീ വിലസിതേ മണിദ്വീപേ ചിന്താമണിമയഗൃഹേ ചിത്രരുചിരേ വിരാജന്തീമംബാം പരശിവഹൃദി സ്മേരവദനാം നരോ ധ്യാത്വാ ഭോഗം ഭജതി ഖലു മോക്ഷം ച ലഭത്തെ. ബ്രഹ്മേശാച്യുതശക്രാദ്യൈർ മഹർഷിഭിരുപാസിത ജഗത ശ്രേയസേ സാസ്തു മണിദ്വീപാധിദേവത. ശ്രീ ഹരേ നമ. ശ്രീ ജഗദംബികായൈ നമ. ഇതി ശ്രീസ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവീ ഭാഗവതമാഹാത്മ്യേ പഞ്ചമോധ്യായ സമാപ്തമിദം. സ്കാന്ദീയം ശ്രീമദ്ദേവീ ഭാഗവതമാഹാത്മ്യം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. 5 അധ്യായങ്ങളിലായിട്ടുള്ള മാഹാത്മ്യത്തിൻ്റെ അവസാന ശ്ലോകങ്ങളാണ് ഇന്ന് നാം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ 90-ാമത്തെ ശ്ലോകം മുതൽ 102-ാമത്തെ ശ്ലോകം വരെ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാരാജാവിങ്കൽ നിന്നും ശത്രുക്കളിൽ നിന്നും പിന്നെ മഹാമാരിയിങ്കൽ നിന്നും ഭയമുണ്ടായാൽ ദുർഭിക്ഷമുണ്ടാകുമ്പോഴും രാഷ്ട്രനാശം വരുമ്പോഴും ദുരിതശാന്തിക്കു കേൾക്കൂ ഈ പുരാണത്തെ. നാനാവിധ ഭൂതപ്രേത നാശത്തിനുമതുപോലെ നേരെയെത്തും ശത്രുക്കളെ തുരത്തുവാനും നല്ല പുത്രരെ ലഭിക്കാൻ നഷ്ടപ്പെട്ട രാജ്യം കിട്ടാൻ നല്ല പോലെ ദേവി ഭാഗവതം കേൾക്കുവിൻ. ശ്ലോകങ്ങൾ നിരവധിയാം ദേവി ഭാഗവതത്തിലെ ശ്ലോകങ്ങളെ ശ്ലോകാർത്ഥത്തെ ശ്ലോകപാദത്തെ
ശ്രവിച്ചിടുന്നവർക്കും പഠിച്ചിടുന്നവർക്കെല്ലാം ശാന്തി നേടാം പരമമാം ഗതി പ്രാപിക്കാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭഗവതി ദേവി പണ്ടു ശ്ലോകാർത്ഥത്തിലൂടെയത്രേ ഭക്തി സാന്ദ്രമായോരിതു പ്രകാശിപ്പിച്ചു. ഭക്തിയേറും ശ്ലോകാർത്ഥത്തെ ശിഷ്യ പരമ്പര വഴി ഭക്തിപൂർവം ദേവി ഭാഗവത ഗ്രന്ഥമാ. ഗായത്രിക്കു അതീതമായി മറ്റൊരു ധർമ്മവുമില്ല, ഗായത്രിക്കു അതീതമായി തപസ്സുമില്ല, ഗായത്രിക്കു സമനായി മറ്റൊരു ദേവനുമില്ല, ഗായത്രിക്കു ഉപരിയായി മന്ത്രവുമില്ല. ഗാനം ചെയ്തിടുന്നവനെ രക്ഷിക്കുന്നു എന്നതിനാൽ ഗായത്രി എന്നീ മന്ത്രത്തെ പറഞ്ഞിടുന്നു. ഗായത്രി ദേവിയെ തന്നെ പുരാണത്തിൽ ഭക്തിയോടെ ഗോപ്യമായി പ്രതിഷ്ഠിച്ചു എന്നതും സത്യം. അതിനാലേ ദേവിക്കെന്നും അത്യന്തം പ്രീതികരമാം അനുപമമാകുന്നൊരു ഭാഗവതത്തിൽ 16 കലകളിൽ ഒന്നിനും തുല്യമല്ലല്ലോ 17 പുരാണവും നിശ്ചയം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പാവനമാം ഭാഗവത പുരാണം ബ്രാഹ്മണധനം, പാവനമാം ധർമ്മം ധർമ്മനന്ദനവാണി. ഗായത്രി തൻ രഹസ്യവും മണിദ്വീപവർണ്ണനയും ഗീത നൽകി ഹിമാദ്രിക്കു ഭഗവതിയും. അതിനാലിതിൻ്റെ തുല്യം പുരാണം മറ്റൊന്നുമില്ല, അതുപോലെ ഉത്തമമായതുമില്ലല്ലോ. അതുകൊണ്ടു കഥകൾക്കും ബ്രാഹ്മണരെ സദാ നേരം അമ്മയുടെ ഭാഗവതം ഉപാസിക്കേണം. ആ ദേവി തൻ മഹിമയെ ബ്രഹ്മാവിനോ വിഷ്ണുവിനോ അദൃശനോ അനന്തനോ അറിയാനാകാ. അവരെല്ലാം അംശം മാത്രം, അന്യദേവർ അജ്ഞർ തന്നെ. അമ്മയെ ഞാൻ സദാ നേരം നമിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരുടെ പാദധൂളിയാൽ ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്നു, അച്യുതൻ സംരക്ഷിക്കുന്നു, രുദ്രൻ ഹരിപ്പൂ. അവർക്കില്ല മറ്റൊരു വിധത്തിലുള്ള കഴിവുകൾ. ആ ജഗദംബികയെ ഞാൻ നമിച്ചിടുന്നു. സുധാബ്ധിയിൽ ദേവവൃക്ഷവാടിയിലെ മണിദ്വീപം, സുന്ദരമാം ചിന്താമണിമയ ഗൃഹത്തിൽ. അദ്രീശന്റെ ഹൃത്തിൽ മന്ദഹസിക്കുന്ന ഈശ്വരിയെ ആരാധിച്ചാൽ ഭുക്തിയും മുക്തിയും നേടിടാം.
നാൻമൂഖനും സതീശനും അച്യുതനാം ശ്രീവിഷ്ണുവും നാഗലോകപതിയായ ദേവാദികളും നമിക്കുന്ന മണിദ്വീപത്തിൻ്റെ അധിദേവതാൻ നൽകിയിടട്ടെ ജഗത്തിനു സർവമംഗളം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളീ ശരണം, വാണീ ശരണം, ഭദ്രകാളീ ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം 5 അധ്യായങ്ങളിലൂടെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ 90 മുതൽ 102 കൂടിയുള്ള ശ്ലോകങ്ങൾ, ആ ഭാഗത്തോടുകൂടി ഈ ശ്ലോകങ്ങളോടുകൂടി ദേവീഭാഗവത മാഹാത്മ്യം സമർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, അതിൻ്റെ മാഹാത്മ്യത്തിൽ ശ്രവണവിധി എങ്ങനെയൊക്കെ ആവണം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഭാഗവതം കേട്ടാലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെ നിന്ദിച്ചാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. ഇന്ന് ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസന 25-ാമത്തെ ദിവസത്തിലേക്ക് എത്തുക കൂടിയാണ്. അതോടുകൂടി മാഹാത്മ്യം പൂർത്തിയാവും. പിന്നീട് ശ്രീമദ് ദേവി ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഉള്ള ശ്ലോകങ്ങളാണ് നാളെ മുതൽ നമ്മൾ വിചാരം ചെയ്യാം. അപ്പോൾ ഇവിടെ 90-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, രാജശത്രുഭയേ പ്രാപ്തേ മഹാമാരീഭയേ തഥാ ദുർഭിക്ഷേ രാഷ്ട്രഭംഗേ ച തച്ഛാന്തി ശൃണുയാദിതം. രാജാവിൽ നിന്ന് അതേപോലെ ശത്രുക്കളിൽ നിന്നൊക്കെ ഭയം ഉണ്ടാവുക, മഹാമാരി അതിൽ നിന്ന് ഭയം ഉണ്ടാവുക, ദുർഭിക്ഷ ഉണ്ടാവുക, രാഷ്ട്രം നശിക്കാൻ തുടങ്ങുന്നു, രാഷ്ട്രഭംഗേ ച. ഈ സമയത്തൊക്കെ തച്ഛാന്തി, അതിന് പരിഹാരമായി ശാന്തിക്കായിട്ട് ഈ പുരാണത്തെ കേൾക്കുകയാണ് വേണ്ടത്. ശൃണുയാദ് ഇതം, ഇതം ശൃണുയാൽ, ഇതിനെ കേൾക്കൂ. അതേപോലെ ഭൂതപ്രേത വിനാശായ രാജ്യലാഭായ ശത്രുത പുത്രലാഭായ ശൃണുയാൽ ദേവി ഭാഗവതം ദ്വിജാഹ. ദേവി ഭാഗവതം കേൾക്കണം. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠരെ, ഏതൊക്കെ സമയത്തൊക്കെ വേണം? ഭൂതപ്രേതങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഇല്ലാതെയാക്കാൻ, രാജ്യം തിരിച്ചു കിട്ടാൻ, ശത്രുവിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കാൻ, പുത്രലാഭായ കുട്ടികൾ സന്താന സൗഭാഗ്യം ഉണ്ടാവാൻ ഒക്കെ ദേവി ഭാഗവതം കേൾക്കൂ. എന്താ അതിൻ്റെ പ്രത്യേകത? ശ്രീമദ് ഭാഗവതം യസ്തു പഠേദ്വാ ശൃണുയാദപി ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ സയാതി പരമാം ഗതിം. ശ്രീമദ് ഭാഗവതം പഠിക്കുകയോ അല്ലെങ്കിൽ ശൃണുയാദപി കേൾക്കുകയോ ഒക്കെ ചെയ്താൽ ഇനി ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ, ശ്ലോകത്തിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെയും പകുതി, ശ്ലോകപാദം കാൽഭാഗമെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ പഠിച്ചാൽ സ യാതി പരമാം ഗതിം,
ആ ജീവൻ പരമഗതി നേടുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഭഗവത്യാ സ്വയം ദേവ്യ ശ്ലോകാർത്ഥേന പ്രകാശിതം ശിഷ്യപ്രശിഷ്യദ്വാരേണ തദേവ വിപുലീകൃതം. ഭഗവതീ ദേവി ആദ്യം ശ്ലോകാർത്ഥത്തിലൂടെയാണിത് പ്രകാശിപ്പിച്ചത് എന്നാണ്. പിന്നീട് അതെന്ത് ചെയ്തു? ശിഷ്യപ്രശിഷ്യദ്വാരേണ, ശിഷ്യന്മാരും അവരുടെ ശിഷ്യന്മാരും അല്ലെങ്കിൽ വീണ്ടും ശിഷ്യന്മാര്, ആ ശിഷ്യ പരമ്പരയിലൂടെ ഇത് വിപുലീകരിച്ചു. ഏത്? ദേവീ ഭാഗവതം. ന ഗായത്ര്യാ പരോ ധർമ്മോ ന ഗായത്ര്യാ പരം തപ ന ഗായത്ര്യാ സമോ ദേവോ ന ഗായത്ര്യാ പരോ മനു. ഗായത്രിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിനപ്പുറമായൊരു ധർമ്മമില്ല, ഗായത്രിക്കപ്പുറമായി ഒരു തപസ്സില്ല, ഗായത്രിക്ക് സമമായി ഒരു ദേവനില്ല, ഗായത്രിക്ക് അപ്പുറമായി ഒരു മന്ത്രവുമില്ല. ഇവിടെ ഗായത്ര്യ പരോമനു എന്നാണ്. ഗായത്രിക്ക് അപ്പുറമായിട്ടുള്ള മന്ത്രം ഇല്ല എന്ന് പറയുന്നു. പിന്നെ ഗാതാരം ത്രായത്തെ യസ്മാൽ, ഗാനം ചെയ്യുന്നവനെ ത്രായത്തെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗായത്രി തേന സോച്യത്തെ, ഇതിന് ഗായത്രി എന്ന പേര് തന്നെ വന്നത്. സാത്ര ഭാഗവതേ ദേവി സരഹസ്യ പ്രതിഷ്ഠിത. ആ ഗായത്രി ദേവിയാണ് ഈ പുരാണത്തിൽ, ഈ ദേവീ ഭാഗവത മഹാഗ്രന്ഥത്തിൽ പ്രത്യേകമായി വളരെ രഹസ്യമായി സരഹസ്യ പ്രതിഷ്ഠിത, പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതോ ഭാഗവതസ്യാസ്യ ദേവ്യാ പ്രീതികരസ്യ ച മഹാന്ത്യപി പുരാണാനി കലാം നാർഹന്തി ഷോഡശീം. അതുകൊണ്ട് ദേവിക്ക് ഏറ്റവും പ്രീതികരമായിരിക്കുന്ന ഈ ഭാഗവതത്തിൻ്റെ 16 ഒരു കലയ്ക്ക് പോലും തുല്യമല്ല മറ്റ് മഹാപുരാണങ്ങൾ എല്ലാം തന്നെ എന്നാണ്. മഹാന്ത്യപി പുരാണാനി കലാം നാർഹന്തി ഷോഡശീം, ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞു. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് ബ്രാഹ്മണാനാം ധനം ധർമ്മോ ധർമ്മസുതേന യത്ര ഗതിതോ നാരായണേനാമല ഗായത്ര്യാശ്ച രഹസ്യമത്ര ച മണിദ്വീപശ്ച സംവർണിത ശ്രീദേവ്യാ ഹിമഭൂഭ്യതേ ഭഗവതി ഗീതാ ച ഗീതാസ്വയം. ശ്രീമദ് ഭാഗവതം പുരാണമമലം, ഏറ്റവും പരിപാവനമായി ശ്രീമദ് ഭാഗവതം, ഈ പുരാണം യത് ബ്രാഹ്മണാനാം ധനം, ഇത് ബ്രാഹ്മണരുടെ ധനമാണ്, അവരുടെ സമ്പത്താണ്, സ്വത്താണ്. നാരായണ സ്വരൂപിയായ ധർമ്മനന്ദനൻ പരിപാവനമായ ധർമ്മം ഉപദേശിച്ചു. അത് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ഗായത്ര്യാശ്ച രഹസ്യമത്ര ച മണിദ്വീപശ്ച സംവർണിത. ഗായത്രി മന്ത്രത്തിൻ്റെ രഹസ്യം, മണിദ്വീപത്തിൻ്റെ വർണ്ണന ഒക്കെ ഈ ദേവീ ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. ശ്രീദേവി ആ ഭഗവതി ഹിമാദ്രിക്ക് ഉപദേശിച്ച ഹിമഭൂഭൃതേ ഗീത, ആ ഗീതയും ഇതിൽ പാടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഗീതം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നും അവിടെ പറഞ്ഞു. തസ്മാന്നാസ്യ പുരാണസ്യ ലോകേന്യസദൃശം പരം അത സദൈവ സംസേവ്യം ദേവീ ഭാഗവതം ദ്വിജാ. അതുകൊണ്ട് ഇതിനേക്കാൾ ഉത്തമമായ അല്ലെങ്കിൽ സദൃശം തുല്യമായൊരു പുരാണം ലോകത്തിലില്ല. മുകളിലില്ല എന്ന് തന്നെയല്ല, ഒപ്പം പോലുമില്ല എന്നാണ്. അതുകൊണ്ട് ഹേ ബ്രാഹ്മണരെ, ഹേ ദ്വിജ, ദേവീ ഭാഗവതം എപ്പോഴും സദൈവ സംസേവ്യം ദേവീ ഭാഗവതം എപ്പോഴും കേൾക്കേണ്ടതാണ്. ഭാഗവതത്തിൽ സദാസേവ്യ സദാസേവ്യ എന്ന് ഒരു സ്ഥലത്ത് പറയും. ഇവിടെ പറഞ്ഞു ഈ ദേവീ ഭാഗവതം സദൈവ സംസേവ്യം എപ്പോഴും ഉപാസിക്കപ്പെടേണ്ടതാണ്. യസ്യാ പ്രഭാവമഖിലം നഹി വേദധാത നോവാ ഹരിർന ഗിരിശോ നഹി ചാപ്യനന്ദ അംശാംശക അപി ച തേ കിമുതാന്യദേവാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. ഈ ദേവിയുടെ പ്രഭാവത്തെ പൂർണ്ണമായി അറിയാൻ, ആ മഹിമ മനസ്സിലാക്കാൻ
ബ്രഹ്മാവിന് നഹി വേദധാത, ധാതാവിന് സാധിച്ചില്ല. നോവാ ഹരിർന്ന, സാക്ഷാൽ ഹരിക്ക് സാധിച്ചില്ല. ഗിരിശോ നഹി ചാപ്യനന്ദ, ഗിരീശന് സാക്ഷാൽ മഹാദേവന് സാധിക്കണില്ല. എന്തിന്? അനന്തന് പോലും, 1000 നാവുള്ള അനന്തന് പോലും സാധിക്കണില്ല. കാരണം എന്താ? അവരൊക്കെ ആ പരാശക്തിയുടെ അംശങ്ങളാണെന്നാണ്. അപ്പോൾ പിന്നെ മറ്റു ദേവന്മാർക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അവരുടെ കാര്യം പറയണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ കിമുത് അന്യദേവ തസ്യൈ നമോസ്തു, അങ്ങനെയുള്ള ആ ഭഗവതിയെ നമസ്കരിക്കുന്നു, ആ ജഗദംബികയെ, സതതം ജഗദംബികായൈ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരിയായി കാരണഭൂതയായി മിന്നിത്തിളങ്ങുന്ന ആ അമ്മയെ ഞങ്ങളിതാ തസ്യൈ നമോസ്തു, ദാ നമസ്കരിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. യത്പാദപങ്കജരജസമവാപ്യ വിശ്വം ബ്രഹ്മാസൃജത്യനുദിനം ച ബിഭർത്തി വിഷ്ണു രുദ്രശ്ച സംഹരതി നേതരധാസമർത്ഥാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. ആരുടെ? പാദപങ്കരജസ്, പാദമാകുന്ന പത്മത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന ആ താമരപ്പൂവിൻ്റെ രേണുക്കൾ, പൂമ്പൊടി പോലെയുള്ള ആ ഭഗവതിയുടെ പാദപാംസുക്കൾ, അതിനെ ദാ ആര് എങ്ങനെ എടുത്തിട്ടാണോ ബ്രഹ്മാവ് ഈ വിശ്വത്തെ ചമയ്ക്കുന്നത്. സമവാപ്യ വിശ്വം ബ്രഹ്മ സൃജത്യനുദിനം ച ബിഭർത്തി വിഷ്ണു, അവിടെ വിശ്വത്തെ സൃഷ്ടിക്കുന്നു, സൃജതി. അതേപോലെ ബിഭർത്തി വിഷ്ണു, അതിനെ വേണ്ടതുപോലെ പരിപാലിക്കുന്നു, പരിരക്ഷിക്കുന്നു. രുദ്രനോ അതിനെ സംഹരിക്കുന്നു. അപ്പോൾ ഈ മറ്റൊരു തരത്തിലും അവർക്ക് ഓരോരുത്തർക്കും അതിനുള്ള സാമർഥ്യം ലഭിക്കാതിരിക്കുന്നതിന് കാരണം എന്താ? അവരൊക്കെ അമ്മയുടെ അംശങ്ങളാണ്. അങ്ങനെയുള്ള ആ ജഗദംബികയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു, ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ സദാ നമസ്കരിക്കുന്നു. തസ്യൈ നമോസ്തു സതതം ജഗദംബികായേ എന്നാണ്. സുധാകൂപാരാന്തസ്തൃദശ തരുവാടീ വിലസിതേ മണിദ്വീപേ ചിന്താമണിമയ ഗൃഹേ ചിത്രരുചിരേ വിരാജന്തീമംബാം പരശിവഹൃദി സ്മേരവദനാം നരോ ധ്യാത്വാ ഭോഗം ഭജതി ഖലു മോക്ഷം ച ലഭത്തെ. സുധാസമുദ്രത്തിനുള്ളിലെ ദേവതരുവാടി, കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ആ ഉദ്യാനം, അതിൽ പ്രശോഭിക്കുന്ന വിലസിതേ മണിദ്വീപേ, അതിൽ മിന്നിത്തിളങ്ങുന്ന പ്രശോഭിക്കുന്ന മണിദ്വീപത്തില് ചിന്താമണിമയ ഗൃഹേ, വളരെ വിചിത്രമായ രുചിരമായ ചിന്താമണിയെ ചേർത്തിട്ടുള്ള ചിന്താമണിമയമായിരിക്കുന്ന ഗൃഹത്തിൽ വിരാജിക്കുന്ന അംബാം, വിരാജന്തീം അംബാം പരശിവഹൃദി സ്മേരവദന, ശിവഹൃദയത്തിൽ മന്ദഹസിച്ചുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന ആ ജഗദംബികയെ ധ്യാനിച്ചാൽ നരന് സർവൈശ്വര്യങ്ങളും ഭോഗം ഭജതി ഖലു മോക്ഷം ച ലഭത്തെ, ഭോഗം ഐശ്വര്യം മാത്രമല്ല മുക്തിയും ലഭിക്കും എന്ന് പറയുന്നു. ബ്രഹ്മേശാച്യുത ശക്രാദ്യൈർ മഹർഷിഭിരുപാസിത ജഗത ശ്രേയസേ സാസ്തു മണിദ്വീപാധിദേവത. ബ്രഹ്മാവ്, അതേപോലെ ഈശൻ ശിവൻ, അച്യുതൻ വിഷ്ണു, ശക്രൻ ഇന്ദ്രൻ, മഹർഷിഭിരുപാസിത, അതേപോലെ നിരവധി മഹർഷിമാരും ഉപാസിക്കുന്ന ആ മണിദ്വീപാധിദേവത, മണിദ്വീപത്തിൻ്റെ അധിദേവത, ജഗതഃ ശ്രേയസേ സാസ്തു, ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ മുഴുവൻ ശ്രേയസ്സിനായിട്ട് തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് സ്കന്ദപുരാണത്തിൽ മാനസഖണ്ഡത്തിൽ ദേവീഭാഗവത മാഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായം പൂർത്തിയാവുന്നത്. അങ്ങനെ സ്കാന്ദീയം എന്നറിയപ്പെടുന്ന സ്കന്ദപുരാണത്തിലെ ആ മാഹാത്മ്യം സമർപ്പിക്കുന്നു. നാളെ മുതൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമദ് ദേവി ഭാഗവതം ആരംഭിക്കുകയാണ്. പ്രഥമ സ്കന്ധത്തോടുകൂടി, അതിൽ ആദ്യത്തെ അധ്യായത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ,
ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.